ഹലോ ഗൈസ്, ഡാർക്ക് വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞ് അവനൊരു സ്ഥലം മറ്റേ ഉണ്ടെന്ന്. അത് പഴയ കാലത്തൊരു മന്ത്രവാദവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നൊരു ഒരു വലിയൊരു സ്ഥലം, ഒരു വലിയ കോമ്പൗണ്ട്. അവിടെ അടിപൊളിയാണ്, നീ ചെന്ന് നോക്ക്. അവിടെ പ്രേതവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെന്ന് നോക്ക് പറഞ്ഞ്. അപ്പോൾ നമ്മുടെ താറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ താറടുത്തേക്ക്, അപ്പോൾ നമുക്ക് നേരെ അവിടെയൊക്കെ വെച്ച് പിടിക്കാം. അവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. നീ വേണേൽ ഫുള്ള് കൊണ്ടുപോയി കറങ്ങി കണ്ടോ, ചുറ്റിലും അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ പിന്നെ സെറ്റാക്കി വിളിച്ചാണ് കേട്ടോ. അപ്പം എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് കേട്ടോ. എന്തായാലും അവൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇവിടെയാണോ വഴി? നമുക്കൊന്ന് ജസ്റ്റ് ഇവിടെ അല്ല കേട്ടോ, കുറച്ചുകൂടെ അപ്പുറത്താണ് പോകുന്നത്. ഞാൻ ആ വഴി കയറിയിട്ടാണ് കേട്ടോ. ഇപ്പം ഏകദേശം ഒരു വൈകുന്നേരം സമയം, അതായത് സൂര്യാസ്തമിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം, അതൊക്കെ നല്ലത്. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ മുന്നിൽ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം. നമ്മളിവിടെ എത്തിയപ്പോഴത്തേന് കുറച്ച് ഇരുട്ടായിട്ടുണ്ടേ. അപ്പം നമുക്കൊന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് വണ്ടി കൊണ്ട് കയറിയിട്ട് വണ്ടി എവിടെയെങ്കിലും അവിടെ നിർത്തിയതിന് ശേഷം നമുക്കിത് ഫുള്ളൊന്ന് കറങ്ങി കാണാം. നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറാം ആദ്യം. ഇതെന്ത് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ ചെറിയൊരു പേടിയൊക്കെ ഉള്ളത് വരും, ബട്ട് കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണെന്ന് പറഞ്ഞ്. കാണാൻ എന്തായാലും ഭംഗിയൊക്കെ ഉണ്ട്, കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ നടുവിലൂടെ പോകുന്ന വെള്ളമെന്ന് തോന്നുന്നു, അതും ഒരു പ്രത്യേക ഷേപ്പിൽ ഉണ്ടാക്കി വെച്ച വെള്ളം. പണ്ട് കാലത്ത് ഭയങ്കര സെറ്റപ്പിലൊക്കെ മന്ത്രവാദവും കാര്യങ്ങളൊക്കെ നടന്നിരുന്നെന്ന് തോന്നുന്നത്. പിന്നെ ഇവിടെ കുറേ ഭാഗത്ത് പൊളിഞ്ഞടക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴക്കമുള്ളൊരു സ്ഥലമാണ്. നല്ല പഴക്കം എന്ന് പറഞ്ഞാൽ നല്ല പഴക്കമുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ആകെയുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരു തുള്ളി വെളിച്ചം പോലും ഇല്ല. അപ്പം എല്ലാ ഭാഗത്തും തീ കൊണ്ടാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ തീ കൊണ്ടാണ് അടിപൊളിയാക്കി വെച്ചത്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവാത്തത്, ഇവിടെ കൃത്യം 4 സൈഡിൽ നിന്ന് 4 വരയിട്ട് വെളിച്ചം വരുന്നത്. ഇപ്പം ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ഇവിടെ ഈ വെളിച്ചം നിൽക്കുന്നില്ല. കണ്ടോ, അവിടെ 2 ഇവിടെ 2, അങ്ങനെ വെളിച്ചം കറക്റ്റ് 4 ഭാഗത്തിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇത്ര നേരം ഞാൻ കുറേ നേരം ഇവിടെ നിന്ന് നോക്കി, പക്ഷെ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്നോ ഇത് എവിടെ നിന്ന് വരുന്നതെന്നോ. ഒരു മരത്തിനെ ചുറ്റിപ്പറ്റിയാണ് ഈ നിൽക്കുന്നത്. അത് ഈ മരത്തിന് എന്തെങ്കിലും സീനുണ്ടോ ഇനി? കറക്റ്റ് മരത്തിന് 4 ചുറ്റിലും 4 ലൈനായിട്ട്. പിന്നെ ഇവിടെ ഉണ്ടോ മേലെ വലിയൊരു അമ്പലം പോലത്തെ എന്തോ കറക്റ്റ് പടിപടിയായിട്ട്. അതിൻ്റെ മേലേക്ക് കയറാൻ പറ്റൂല എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഉള്ളിൽ പ്രേതം പിശാചൊക്കെ ഒന്ന് അടങ്ങിയിരിക്കുന്ന എന്ന് തോന്നുന്നു കേട്ടോ. വലിയൊരു കുഴപ്പമൊന്നും ഇല്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നമുക്കൊന്ന് കയറി നോക്കാം എന്തായാലും. അവിടെ ആ ഒരു അമ്പലത്തിൻ്റെ ആ പോലത്തെ സ്ഥലത്തോടൊന്ന് നമുക്ക് കയറി നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. നമ്മൾ അത്യാവശ്യം എന്ന് നമ്മളിപ്പോൾ കണ്ടന്റ് ഇടുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സെറ്റാക്കുക. ഇത് തുറയൂല എന്ന് തോന്നുന്നത്. ഇത് തുറയത്തില്ല. ഇവിടെ എന്തൊക്കെയോ ഒരു അമാനുഷികത ഉണ്ട്. അതായത് ഫുൾ സൈലന്റ് സ്ഥലം കേട്ടോ. ഒരു കുഴപ്പമില്ലാത്തൊരു സൈലന്റ് സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ കുറച്ച് മിന്നാമിനിയും കാര്യങ്ങളുണ്ട് കേട്ടോ. മിന്നാമിനിക്കില്ലേ ആ കത്തിക്കുന്ന സാധനം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എനിക്ക് ഇപ്പോഴും അറിയാത്ത വേറെ കാര്യം, ഇവിടെ ആരാ വന്ന് വളക്കൊളുത്തുന്നേ? ഈ തീയൊക്കെ നിന്ന് കത്തുന്നു, കേടുന്ന തന്നെ എല്ലാം ഒന്നും കറക്റ്റ് പക്ക. അതായത് ഒരു കോർഡിനേഷനിലാണ് ഇവിടെ എല്ലാവരും ചെയ്തേക്കുന്നത്. പിന്നെ ഇപ്പം എന്താ ആകെ പുല്ലും കാടും കയറി കുളമായി കിടക്കണം കേട്ടോ. അന്നത്തെ കാലത്തൊക്കെ ഇവിടെ ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന സ്ഥലം തന്നെ ആയിരിക്കും ഇത്. പിന്നെ അവിടെ ഒരു പാലുണ്ട്, ആ പാലൊക്കെ പൊളിഞ്ഞടക്കുകയാണ് കേട്ടോ. പാലൊക്കെ പൊളിഞ്ഞടക്കുകയാണ്. നമുക്ക് ഇതിലൂടെ അപ്പുറത്തോട്ടൊന്നും പോയി നോക്കാം. ഇവിടെയൊക്കെ ആകെ പുല്ലും കാര്യങ്ങളും പിടിച്ച് നശിച്ചടക്കണം. സത്യം പറഞ്ഞ കേട്ടോ, ഇവിടെ നശിച്ചടക്കാണ്. കാര്യം പറഞ്ഞാൽ ഇത് നമ്മൾ കുറച്ചൊരു മുമ്പ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് സീനായിരുന്നു. ഇവിടെ വന്നിട്ട് കുറേ ആൾക്കാർ മറ്റേ പ്രാന്തായിട്ടും അങ്ങനെ കുറേ ആയിട്ട് അങ്ങനെയൊക്കെ കുറേ കേസുകൾ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് നോക്കുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലം തന്നെയാണ്. പക്ഷെ നമുക്ക് പേടിയില്ല, നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെ ജീപ്പ് എടുത്ത് കയറി വന്ന്. പിന്നെ അവൻ വലിയ സീനൊന്നും ഇല്ലെന്ന് പറഞ്ഞോണ്ടാണ് നമ്മൾ കയറി വന്നേക്കില്ല. നമ്മൾ കയറി വരില്ല. അതുകൊണ്ട് അവിടെയൊക്കെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് ക്ലീനാക്കി സെറ്റാക്കി എടുക്കുകയാണെന്ന് തന്നെ നമുക്ക് കിടിലായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ ഈ സ്ഥലം. പക്ഷെ ഇത്
കുറച്ച് ഡേഞ്ചറസ് സ്ഥലമാണ്. വല്ലാതെ ഇവിടെ നിൽക്കാത്തതാണ് നല്ലത്. വല്ലാതെ അവിടെ നിൽക്കുന്ന അത്ര നല്ലതല്ല. ഒന്നാമത് നമ്മൾ നൈറ്റായി ഒന്നും പ്രതീക്ഷിക്കുന്നായിരുന്നു. കറക്റ്റ് നൈറ്റ് ടൈമിലാണ് നമ്മൾ എത്തിയത്. എന്നാലും നേരെ നല്ലോണം ഇറിട്ടേറ്റില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ചാടാം, സീനൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് ചാടാം. അമ്മേ ഒരു പ്രശ്നമല്ല ഉണ്ടോ. ഇവിടെ കറക്റ്റ് കോർഡിനേഷനിലും കാര്യങ്ങളാണ് കേട്ടോ ഫയറുള്ളത്. കറക്റ്റ് കോർഡിനേഷനിലാണ് ഫയറും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നിറച്ച് മിന്നാമിനുവും കാര്യങ്ങളും ഉണ്ട്. മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഇതുണ്ട്. എന്തായാലും നമുക്ക് ഒന്ന് ഫുള്ള് മൊത്തം ഒന്ന് കറങ്ങി കണ്ടിട്ടുണ്ട് ഇപ്പം ഏകദേശമൊക്കെ. ഇവിടെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും സീനൊന്നുമില്ല. ഇപ്പോഴും വളക്കൊക്കെ കത്തിയിട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. നമ്മളെ വണ്ടി ഇതവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ അധികം നേരം നിൽക്കണ അത്ര ബുദ്ധിയുള്ള പരിപാടിയാണെന്നൊക്കെ തോന്നുന്നില്ല. നമുക്ക് പതുക്കെ ഇവിടുന്ന് വലിയണായിരിക്കും നല്ലത് കേട്ടോ. എന്തായാലും ഒരു കിടില സ്പോട്ട്, അങ്ങനെ വേണം പറയാൻ. ഒരു കിടില സ്പോട്ട്. നമ്മളെന്തായാലും അവിടെ ഒരു വെളിച്ചം കണ്ടില്ല. വെളിച്ചത്തിൻ്റെ അവിടെ പോയേക്കാം. കണ്ടോ, ഒരു മരത്തിനെ ചുറ്റിപ്പറ്റി 4 പുറം വെളിച്ചം. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറട്ടെ. നമ്മളെ ജീപ്പ് ഇപ്പോൾ പവറാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാം മണ്ടയ്ക്കിടെ വലിഞ്ഞ് കയറിയുണ്ട്. ഏത് ഓഫ് റോഡ് ഇപ്പോൾ ചെറുക്കനെ കൊണ്ട് സുഖമായി പോകാൻ കഴിയും. നമുക്ക് എന്തായാലും പതുക്കെ വിട്ടേക്കാം. അയ്യോ, ഒരു കാലം ഉടഞ്ഞു പോയിട്ടാ. അതൊന്നും വലിയ സീനില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഇത് ഗവൺമെൻറ് അപ്രൂവലിൽ പിടിച്ചിട്ടേക്കാന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ സ്ഥലം ഇപ്പോൾ അപ്രൂവലിൽ പിടിച്ചിട്ടേക്കാണ്. കണ്ടോ നമ്മുടെ വണ്ടി നിൽക്കുന്ന സ്പോട്ടിൽ ഫുൾ നൈറ്റായിട്ട് അടിപൊളി വ്യൂവും കാര്യങ്ങളാട്ടോ. ഇവിടുന്ന് കാലം ഇഷ്ടപ്പെട്ടൊരു സ്പേസാണ്. എന്തായാലും ഇവിടുന്ന് പോവുക, അതൊക്കെ നല്ലത്. അടിപൊളി സ്പേസും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.